ഈശ്വരന്റെ സൃഷ്ടിയിൽ അഴകെഴുന്നതത്രയും ഇവിടെയൊന്നു ചേർന്നലിഞ്ഞതു. സ്വർഗം താണിറങ്ങി വന്നതോ, സ്വപ്നം പീലി നീർത്തി നിന്നതോ. ഈശ്വരന്റെ സൃഷ്ടിയിൽ അഴകെഴുന്നതത്രയും ഇവിടെയൊന്നു ചേർന്നലിഞ്ഞതോ. സ്വർഗം താണിറങ്ങി വന്നതോ, സ്വപ്നം പീലി നീർത്തി നിന്നതോ. മനോഹരമായ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ സംഗീത പ്രേമികൾക്കും സ്വാഗതം. നമ്മൾ ഈ കുതിരപ്പുറത്ത് കയറി സഞ്ചരിക്കുമല്ലോ, അപ്പം ഈ ടോപ്പ് സിംഗറിൻ്റെ ഒരു അശ്വമേധം ഇവിടെ ഉണ്ട്. നിങ്ങൾക്കെല്ലാം അറിയാം, നമ്മുടെ സ്വന്തം മീനൂട്ടി ഉണ്ടെങ്കിൽ നമ്മളിത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റൂ എന്നാണ് മീനൂട്ടിയുടെ വിചാരം. ഏതായാലും ഒന്ന് വിളിച്ചു നോക്കാം, ചെറിയ കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. മീനൂട്ടി, നമസ്കാരം. നമസ്കാരം. ഞാൻ ഒരുപാട് മീനൂട്ടിയെ പറ്റി കേട്ടില്ലല്ലോ. കുതിരയാണോ? എന്തൊക്കെയോ ഞാൻ കേട്ടു. കുതിര എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് അത് ലക്കിന്റെ സൂചകമാണ് കുതിര. പിന്നെ കുതിര പന്തയം കേട്ടിട്ടില്ലേ? പിന്നെ അങ്ങനെയാണ് വിചാരം പറഞ്ഞില്ലേ? കുതിര നാണയം. അതൊക്കെ ചില്ലറ കാര്യമൊന്നുമല്ല. കാരണം മീനൂട്ടിക്ക് ഇപ്പൊ ഒരു സന്തോഷത്തിന്റെ മുഹൂർത്തങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കാര്യം ഞാൻ തുറന്നു പറയണോ മധു? ഞാനൊരു ദാനശീലൻ. അതെ, ഞാനിപ്പോ പെട്ടെന്ന് പറയുകയാണ് എന്റെ ഇതെല്ലാം കൂടെ ഊരിത്തരണം, ഇത് കൈ കിടക്കുന്നത്, അത് നടക്കത്തില്ല. ഞാൻ ചെയ്യും. ഞാൻ പൊതുവെ എല്ലാവരും നാട്ടുകാരെല്ലാം എന്നെ ദാനശീല എന്ന് വിളിക്കുന്നത്, അറിയാവുന്നവര്. അപ്പൊ മീനൂട്ടി എന്റെ അടുത്ത് കുറെ നാളായിട്ട് ഒരു ആഗ്രഹം പറയുക. ഈയിടെ ഒരു ട്രോൾ ഇറങ്ങിയായിരുന്നു, മറ്റേ MG കാറിനെ വെച്ച് അത് എന്റെ സ്വന്തമാണെന്നും അങ്ങനൊക്കെ ഒരു ട്രോള്, കമ്പനിയുടെ. അപ്പൊ അതിനകത്ത് കുറെ സായിപ്പന്മാർ ഇരുന്നിട്ട് മറ്റേ ശൂരം പടയുടെ പാടെന്നൊക്കെ പറയുന്നത്, അങ്ങനെ ഒരു റോള്. അത് കണ്ടപ്പോ തൊട്ട് മീനൂട്ടി പറയുക, അങ്ങളെ ഒരു കാർ എനിക്ക് അങ്ങളെ ഒരു കാർ എനിക്ക്. ഞാൻ പറഞ്ഞു, അത് മോളെ ഭയങ്കര പൈസയാ അത്. അപ്പോഴാണ് ഇപ്പൊ കോമറ്റ് എന്ന് പറഞ്ഞ വേറൊരു സാധനം, ചെറിയ കാർ എന്റെ അടുത്ത് കുറച്ച് വാങ്ങിച്ചെന്ന്. ഞാനൊരു ദാനശീലനല്ലേ? ഞാൻ പറഞ്ഞു ഓക്കെ അല്ലേ പൈസല്ലേ. ഞാൻ പറഞ്ഞു ഒരു കാർ വാങ്ങിച്ചു, എന്ത് കളർ വേണോന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അങ്കിളിന് അറിയാമല്ലോ എനിക്കിഷ്ടമുള്ളത് മഞ്ഞ കളറാണ്. ഇതിപ്പോ ഒരു കാര്യം പറയുമ്പോഴത്തേക്ക് ഉടനെ തന്നെ ദ്വയാർത്ഥങ്ങൾ എന്തിനാ ചിന്തിക്കുന്നത്? അതിനു വേണ്ടി അത്രയും പ്രായമായോ ഈ ദ്വയാർത്ഥങ്ങൾ ചിന്തിക്കാൻ? ഞാൻ ഒരു മഞ്ഞ കളർ വേണോന്ന് പറഞ്ഞു. ഞാൻ വാങ്ങിച്ചു കൊടുത്തു. പക്ഷെ ഞാനിത് വെളിയിൽ പറഞ്ഞില്ല. നിങ്ങൾ അറിഞ്ഞോ മീനൂട്ടിക്ക് വണ്ടി കിട്ടിയ വരും? ഇല്ലല്ലോ. സത്യനി പറഞ്ഞോളൂ. അതെ, MG അങ്കിള് ആ വണ്ടി വാങ്ങി തന്നു. നമുക്ക് ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുമ്പോ ഉപയോഗിക്കാമല്ലോ. അത് മാത്രല്ല, അത് കുത്തിയിടുന്നതാ, ഇലക്ട്രിക്കാ. നമുക്ക് എളുപ്പമുണ്ട്. ചെറുതില്ലേ അത് എന്നിട്ട് അത് വാങ്ങി തന്നു. അത് ശരി. ഇപ്പൊ അതിലാണ് അവിടെ പോകാൻ പറ്റൂ. റോഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഈ ഇതിരെ വല്ല പാണ്ടിലോറി വന്നു കഴിഞ്ഞാൽ എന്റെ കാറ്റുണ്ടല്ലോ, അത് പോവും വേറെ എവിടെങ്കിലും. എന്നാ ഈ മധുങ്ങളെ ഈ MG അങ്കിൾ എനിക്ക് വേറൊരു കാറില്ലായിട്ടാണോ അവർക്ക് ഇതെനിക്ക് വാങ്ങി തന്നു? മോളെ, എനിക്ക് സാമ്പത്തിക സ്ഥിതി ഇവിടുന്നൊക്കെ ഈ ഫ്ലവേഴ്സ് എന്നൊക്കെ കിട്ടുന്ന വരുമാനം വെച്ചിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. എന്റെ കയ്യിൽ ഉള്ളത് വെച്ച് എല്ലാം വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ. ചെറിയ വണ്ടി. മീനൂട്ടി ചെറുതല്ലേ, അപ്പൊ ഇനി വലുതാകുമ്പോ വലുതാകുമ്പോ ഞാൻ വാങ്ങിച്ചു കൊടുക്കും. ക്ലാസ് കല്യാണത്തിന് അല്ലേ? അപ്പൊ വേണ്ട, എനിക്ക് അതിന് മുന്നേ മതി. എന്തായാലും കാറൊക്കെ കിട്ടി, നല്ല മഞ്ഞ കാറ്. മീനൂട്ടി ഇന്ന് വന്നിരിക്കുന്ന അതിലാണോ? ഞാൻ ടെസ്റ്റ് ചെയ്തതാ. ഇവിടെ വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. അപ്പൊ ആ കാറ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഈ എപ്പിസോഡിനിടയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് എന്റെ ദാനശീലന്റെ ധർമ്മങ്ങളെ കുറിച്ച്. MG മാറിയപ്പോ DS ശ്രീകുമാർ എന്നായില്ലേ? എന്തായാലും സന്തോഷം. നമുക്കങ്ങ് തുടങ്ങിയാലോ? തീർച്ചയായിട്ടും. ആർദ്രമധുരമാർന്ന സ്വരവേദിയിലേക്ക് ആര്യ എത്തുന്നു. വെൽക്കം ആര്യ ഓൺ സ്റ്റേജ്. ആര്യ, എന്തുകൊണ്ട് പിന്നെ വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഇലക്ഷൻ ഒക്കെ വോട്ട് ചെയ്തോ? ചെയ്തില്ലയോ? അതെന്താ അത്? പ്രായമായിട്ടില്ലല്ലേ? കറക്റ്റ്. അപ്പൊ ഏത് പാട്ടാണ്?
മംഗളങ്ങളരുളും. ഓ വളരെ ഈസി ആയിട്ടുള്ള പാട്ടാണല്ലോ. ശരത്തിന്റെ പാട്ടാണ് ക്ഷണക്കത്ത് അല്ലേ? നല്ല പാട്ടാണ്. കൈതപ്രം ദാസേട്ടൻ പാടിയാലോ? പാടിയ. ഓൾ ദ ബെസ്റ്റ്. ഓൾ ദ ബെസ്റ്റ്.
ആര്യ എന്തോ നല്ല എഫർട്ടാണ് കേട്ടോ. കാരണം ഇറ്റ്സ് എ വെരി ഗുഡ് സോങ്. നല്ല എഫർട്ടാണ് പാടിയിരിക്കുന്നത്. കുറേ ഭാഗങ്ങൾ നന്നായിരുന്നു കേട്ടോ. ടോട്ടലി കുറച്ചുകൂടെ ഒരു ഫീല് വരണം. വെറുതെ പാട്ടും സംഗതിയും മാത്രം പാടിയാൽ പോരാ, ഒരു ഫീൽ. നേരത്തെ പാടുന്നതിലൊക്കെ മോന് കുറച്ചുകൂടെ ഫീൽ ഉണ്ടായിരുന്നു. അപ്പോൾ അത് അനുരാഗമൂലം അതൊന്ന് പാടാം, ജസ്റ്റ് ഒന്ന് കേൾക്കാൻ. അനുരാഗമൂലും കിനാവിൽ കിളിപ്പാടുന്നതപരാധമായോ അപരാധമായോ അപരാധ ആ നോട്ട് അപരാധമായോ ഇരുളിൽ വിതുമ്പുന്ന പൂവേ നീ വിടരുന്നതപരാധമായോ. ഗുഡ്. അടുത്ത ഈ മണ്ണിലെങ്ങുമേ ആ എങ്ങുമേല് അവിടെ ഒരു ഫീൽ കൊടുത്തോളൂ. ഈ മണ്ണിലെങ്ങുമേ കാരുണ്യമില്ലയോ ഈ വിണ്ണിലെങ്ങുമേ ആലംബമില്ലയോ നിഴലായി നിലാവിൻ മാറിൽ വീഴാൻ മാറിൽ 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 വീഴാൻ മാറിൽ മാറിൽ വീഴാൻ വെറുതെ ഒരുങ്ങുമ്പോഴും പാട്ട് നന്നായിട്ട് മോൻ പഠിച്ചിട്ടുണ്ട്. കൂടുതൽ ഓവറായോ എന്ന് മാത്രമേ സംശയമുള്ളൂ. കാരണം ശബ്ദത്തിന് ഇത്തിരി അടപ്പമുണ്ട് ഇപ്പോഴും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്കിള് കുറേ പ്രാവശ്യമായിട്ട് പറയുന്നത്, ഒരുപാട് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് തൊണ്ട അടയ്ക്കരുത്. ഒരുപാട് എന്തിനാണ് ടെൻഷൻ എടുക്കുന്നത്? ജസ്റ്റ് ഈ പാട്ടൊക്കെ ഒന്ന് മോന് ഈസി ആയിട്ട് പാടാൻ പറ്റും. കാരണം കുറേ ഭാഗങ്ങൾ അസാധ്യമായിട്ട് പാടിയിട്ടുണ്ട്. അപ്പം ബാക്കി ഭാഗങ്ങളിലൂടെ പാടാമല്ലോ. നന്നായിരുന്നു. പക്ഷെ ഇതിനകത്ത് ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ആര്യക്കുട്ട നന്നായിട്ട് പാടി. നല്ല സെലക്ഷനാണ്. പാട്ട് സെലക്ട് ചെയ്തില്ലേ, അത് വളരെ നല്ല സെലക്ഷനാണ്. ഇത്രയും ചെറിയ പ്രായത്തിൽ ഈ പാട്ട് ഇത്രയും പാടിയത് തന്നെ വലിയ കാര്യം കേട്ടോ. അത് സമ്മതിക്കാതിരിക്കാൻ വയ്യ. വെരി ഗുഡ്. ശബ്ദം ഇപ്പോഴും അടഞ്ഞത് മാറിയിട്ടില്ല. അപ്പോഴും ഇപ്പൊ ജലദോഷമുണ്ട്. ഇത്തിരി ജലദോഷമൊന്നുമില്ല. ഓക്കെ. പക്ഷെ ശബ്ദം അടഞ്ഞിട്ടുണ്ട് ഇപ്പോഴും. അത് ഓവർ പ്രാക്ടീസ് ചെയ്തിട്ടാണെന്ന് എനിക്ക് തോന്നണത്. ഈ പാട്ടിന് വേണ്ടി കുറെ പ്രാക്ടീസ് ചെയ്തോ? പിന്നെ പ്രാക്ടീസ് ചെയ്ത് പൊതുവെ എങ്ങനെയാണോ? എപ്പോഴും ഇങ്ങനെയാണോ? അല്ല, കുറച്ച് അത് ആ ചിന്ത മനസ്സിൽ നിന്ന് എടുത്ത് മാറ്റണം. എപ്പോഴും എന്റെ ശബ്ദം ഇങ്ങനെയാണെന്ന് മനസ്സിൽ ചിന്തിച്ചാൽ അത് എപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കും. വോയിസ് ഒക്കെ ഓക്കെ ആണെന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിച്ച് ഇരുന്ന് നോക്കിയേ, കുറച്ച് ദിവസം എല്ലാം ഓക്കെ ആവും. അപ്പൊ ഈ ശബ്ദം അടഞ്ഞിരിക്കുന്നതിന്റെ കുറച്ച് പ്രോബ്ലംസ് ഈ പാട്ടിലുണ്ട്, ഇപ്പൊ പാടിയതിലുണ്ട്. അതായത് അഴകിൻ നിറച്ചാന്തുമായി, അതിലാണ് അനുപല്ലവിയേക്കാളും കുറച്ചും കൂടി കൂടുതൽ വിസിബിൾ ആയത്, കുറച്ചും കൂടി ഓഡിബിൾ ആയത് അതാ അവിടെയാണ്. അന്ന് പാടിയേ ഇത്രയും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇതിനെക്കാട്ടി കൂടുതലായിരുന്നു മോന് നേരത്തെ ടേക്കില്. അത്ര അങ്ങനെ ടേക്ക് ചെയ്യേണ്ടത്. അങ്ങനെ ഒരുപാട് സംഗതികൾ വന്നായിരുന്നു. അതൊക്കെ മോന് സുഖമായിട്ട് പാടാൻ പറ്റും. മിടുക്കനായിട്ടൊരു പാട്ടുകാരനാണ്. അപ്പൊ അതൊന്നൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് പാട്ട് ഒന്നും കൂടി ആക്കാൻ പറ്റും. ഇവൻ കിടുക്കാച്ചി പാട്ടുകാരനാണ്. അതെ 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 അതെ. പക്ഷെ അവന് ഒരു ഭൂതോദയം തോന്നി. അതെ. അതായത് എനിക്കിതിന്റെ 1ാം സ്ഥാനത്ത് വരണം, അതുകൊണ്ട് ഞാനൊരു 24 മണിക്കൂർ അങ്ങോട്ട് പ്രാക്ടീസ് കൊടുക്കാൻ നടത്തും. 1ാം സ്ഥാനം എന്നുള്ള ചിന്ത മനസ്സിൽ നിന്ന് കളയാ. അതെല്ലാം ഇവിടെ വന്ന് നന്നായിട്ട് പാടാൻ പറ്റട്ടെ. അത് എനിക്ക് കഴിഞ്ഞ തവണ അസാധ്യമായിട്ട് പാടിയില്ലേ കഴിഞ്ഞ സ്റ്റേജ്. ഇപ്പോഴും മോശമൊന്നും അല്ല കേട്ടോ, നന്നായിട്ട് പാടിയിട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത് മോൻ തന്നെ ടെലികാസ്റ്റ് കേൾക്കുമ്പോൾ മോൻ തന്നെത്താനെ കമ്പാരിസൺ നടത്തുക. കഴിഞ്ഞ പാട്ടാണോ ഈ പാട്ടാണോ നന്നായിട്ട് പാടി. യു ക്യാൻ ഡു. കാരണം നല്ല ജ്ഞാനസ്ഥനാണ്, നല്ല കഴിവുണ്ട്, നല്ല അറിവുമുണ്ട്. ബ്രില്യൻ സിംഗറാണ് ശരിക്കും. അതുകൊണ്ട് മോൻ തന്നെ നോക്ക്, കേട്ടിട്ട് ഞങ്ങൾ പറയുന്നൊന്നും കാര്യമാക്കണ്ട. ഞങ്ങൾ ഇവിടെ ഇരുന്നോണ്ട് പറയുന്ന മോനെ ഇന്ന് പാടിയത് ഇങ്ങനെയാണ് എന്ന് പറയുന്നുള്ളേ ഉള്ളൂ. അതിൽ സത്യം ഉണ്ടോ എന്ന് മോനൊന്ന് ചെക്ക് ചെയ്ത് നോക്ക്. അപ്പം ക്ലിയർ ആയല്ലോ. ഇത് ശരിക്കും പറഞ്ഞാൽ വലിയ ആൾക്കാർക്ക് പോലും പാടാൻ ഇത്തിരി ബുദ്ധിമുട്ടാ ഈ പാട്ട് ഇങ്ങനെ സ്റ്റേജില്. അപ്പൊ മോന് എന്തായാലും മാക്സിമം നന്നാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ആര്യക്കുട്ട, നീ നമ്മുടെ ടോപ്പ് സിംഗർ സീസൺ 4 ഒരു ചക്കര കുട്ടനാണ്, ഉഗ്രം പാട്ടുകാരനാണ് കേട്ടോ.
കാരണം ഈ പാട്ടൊക്കെ എടുത്തുകൊണ്ട് വരിക എന്ന് പറയുന്ന ആ ഒരു കറേജ് സമ്മതിക്കാതെ വയ്യ. കാരണം ശരത് സാർ എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടമുള്ളൊരു പാട്ടാണ്, പക്ഷെ അത് പാടാൻ പേടിയാണ്. മുതിർന്നവർ വരെ പേടിക്കുന്ന ഒരു പാട്ടാണ്. അപ്പം അത് ഇത്ര കുഞ്ഞു മോൻ ഇവിടെ നിന്ന് പാടുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. ഒരുപാട് പോർഷൻസ് അസാധ്യമായിട്ട് വന്നിട്ടുണ്ട്. ഇന്നെനിക്ക് ചെറിയ ഇതായിട്ട് തോന്നിയൊരു കാര്യം എന്താ വെച്ചാൽ, മോൻ സംഗതിക്കാണ് കൂടുതലൊരു ഇമ്പോർട്ടൻസ് കൊടുത്ത് പാടിയത്. ഫീലിന് ഈ പാട്ടിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. അത്രയും സങ്കടമുള്ള ഒരു സിറ്റുവേഷനിൽ വളരെ വിഷമിച്ച് പാടുന്നൊരു പാട്ടല്ലേ. അപ്പോൾ കുറച്ചുകൂടെ ഒരു ഫീലിന് കൂടെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം കേട്ടോ. സംഗതികൾ ഇങ്ങനെ അതിൽ മാത്രം ഫോക്കസ് ചെയ്ത് അത് ഇങ്ങനെ ഒരുപാട് ഗമകമൊക്കെ കൊടുത്ത് പാടുന്ന അങ്ങനത്തെ ഒരു ട്രീറ്റ്മെൻ്റ് അല്ല ഈ ഒരു സോങ്ങിന് വേണ്ടത് കേട്ടോ. പിന്നെ സംഗതികളൊക്കെ ക്ലിയർ ആയിട്ട് വരുന്നുണ്ട്, അത് നല്ല പ്ലസ് പോയിന്റ് തന്നെയാണ്. പക്ഷേ ഈ ഒരു പാട്ട് ഇങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത് മാത്രം. പിന്നെ എപ്പോഴും പറയുന്ന മാതിരി തന്നെ ഓവർ സ്ട്രെയിൻ ഒഴിവാക്കുക. ഇപ്പം കുറച്ചിട്ടുണ്ട് അല്ലേ. അപ്പം അതൊക്കെ മാറിക്കോളൂ കേട്ടോ, ടെൻഷനൊന്നും വേണ്ട. ഓക്കെ, എല്ലാം ശരിയാവും. ഉഗ്രൻ സിംഗറാണ്, ദൈവം അനുഗ്രഹിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. So today we are giving you 98 out of 100. ആട്ടി ഒരു ആര്യപ്പൂക്കുറ്റി. മീനുട്ടി, എന്തോ ഞാൻ ഒരു പാട്ട് പാടട്ടെ? ഓ പാട്. സിംഗാറക്കിണ്ണാറം സിറിച്ചു കുഞ്ഞിന്ത മണിക്കൂറും ദേവ. ഓ അടിപൊളി. ഇപ്പൊ സിറിച്ച് കൊഞ്ചാനായിട്ട് ഒരാളെ വിളിക്കട്ടെ. കുറുമ്പുറങ്ങ് മീ കുറുന്ന കൂട്ടിലെ മണിപ്പുറക്കും വിളിക്കട്ടെ സിറിച്ച് കൊഞ്ചാൻ ഒരാളെ. സിറിച്ചു കൊഞ്ചാൻ വിളി. കുറുമ്പുണരാനും സിറിച്ച് കൊഞ്ചാനും ഒക്കെ ആയിട്ട് ക്ഷേത്ര കുട്ടി എത്തുന്നു. വെൽക്കം ക്ഷേത്ര ഓൺ സ്റ്റേജ്. ക്ഷേത്ര. இந்த മഞ്ഞക്കിളി ആര്? കൊള്ളാലോ. കീ കൊടുത്തിട്ടാര്? അതെ, മഞ്ഞക്കാലുള്ള ചക്കിപ്പൂച്ചയ്ക്ക് ആ പാട്ട് പാടാൻ തോന്നി എനിക്ക് കണ്ടിട്ട്. ഈ ഡ്രസ് ഇടാൻ കാരണം എന്താണ്? മൃദുല ചേച്ചിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് മഞ്ഞ. അത് ശരി. എന്നെക്കാട്ടും എന്നെക്കാട്ടും എന്റെ കോസ്റ്റ്യൂമറിനാണ് ഇഷ്ടം. എപ്പോഴും മഞ്ഞ കൊണ്ടുവരും. പോയിന്റ് അതാണ്. മീനുട്ടിക്ക് മഞ്ഞ ഇഷ്ടം. എനിക്ക് മഞ്ഞ ഇഷ്ടം. കടും മഞ്ഞ ഇഷ്ടം. രണ്ടുപേർക്കും വേണ്ടിട്ടായിട്ട് ഇഷ്ടായിട്ടോ, സുന്ദരിയായിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് അതന്നെ, അത് പറയാൻ വരായിരുന്നു ഞാൻ. മുടി കെട്ടിയതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. ഇത്രയും സൗന്ദര്യധാമം ഏത് പാട്ടാണ് പാടുന്നത്? ചിങ്കാരക്കിന്നാരം. ചിങ്കാരക്കിന്നാരം ഏത് സിനിമയാണ്? മിന്നാരം. ആരാണ് മ്യൂസിക്? യെസ്, SP വെങ്കടേഷ്. അത് ഞങ്ങള് പറയാം. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? പറഞ്ഞല്ലോ ഓക്കെ അല്ലേ? നീ പാടിയതോ? ഇതുവരെ ശരിയല്ലേ? വളരെ ശരിയാ. ഇനി ആരാ എഴുതിയത്? ഗിരീഷ് പുത്തഞ്ചേരി. അപ്പൊ പാടിയതോ? പാടിയത് ജംഗ്ലിൻ ചിത്രാമ്മ. ഓക്കെ. ഒറ്റയ്ക്ക് പാടാൻ പോകണോ? രണ്ടുപേര് പാടിയത്? ഈ അമ്മൂമ്മ തന്നെയാണോ പാടാൻ പോണേ? അയ്യോ, അങ്ങനെ വിളിക്കരുത്. മധുചേട്ടൻ ഞെട്ടിപ്പോയി. മധു ക്ഷേത്രക്കുട്ടി അങ്ങനെ പറയരുത്. അങ്ങനെ പറയരുതല്ലേ? എന്നാ പാടിക്കോ അമ്മൂമ്മേ. ക്ഷേത്ര അങ്ങനെയാണോ? ഒരാള് പറഞ്ഞു കേട്ടില്ലേ, നാക്ക് പഠിക്കണമെന്ന്. ഈ പറഞ്ഞാലുണ്ടല്ലോ, സംഗ്ലീനർ കണ്ടിട്ട് 2 വർഷമായി. ആരോ പറഞ്ഞു കൊടുത്തു കേട്ടോ. ലാസ്റ്റ് ഞാൻ പാടാം, കൂടെ പാടാം. പോരെ? ശരി, പാടിക്കോ രണ്ടാളും. ഓക്കെ കേട്ടാ? MG പാടണ്ടേ അപ്പൊ? അത് ലാസ്റ്റില് പാടി കഴിഞ്ഞിട്ടാണോ പാടി ഇപ്പൊ പാടുമ്പോ ലാസ്റ്റ് ആണോ? മോടെ കൂടെ ലാസ്റ്റില്. ലാസ്റ്റ്. ഓക്കെ. ശരി, ഓൾ ദി ബെസ്റ്റ്. 1 2 3 4. ചിങ്കാരക്കിന്നാരം ചിരിച്ചു കൊഞ്ചുന്ന മണിക്കൂർ നീവാ പുന്നാരം പുന്നാരം
പുന്നാരം പുന്നാരം പുന്നാരം പുന്നാരം കുറുമ്പുറങ്ങുമി കുരുന്നു ചുണ്ടത്തെ മണിപ്പതക്കം താ അമ്മാനം അമ്മാനം താലോലം താലോലം ചിങ്കാരക്കിന്നാരം ചിരിച്ചു കൊഞ്ചുന്ന മണിക്കൂരുന്നേവാ പുന്നാരം പുന്നാരം കുറുമ്പുറങ്ങുമി കുരുന്നു ചുണ്ടത്തെ മണിപ്പതക്കം താ അമ്മാനം അമ്മാനം കുഞ്ഞിക്കുളിരമ്പിളിയേ ചെല്ലച്ചെറുക്കുമ്പിളിലേ മമ്മമ്മ മിന്നാരം കണ്ടു മിന്നാമിന്നിയവാ വാവാവോ 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 രാരീരോ വാവാവോ വെരി ഗുഡ് വെരി ഗുഡ്. സൂപ്പർ. അതെ, അടിപൊളി. ഇതാ ഈ 12K വിസ്താരം കണ്ടില്ലേ, ഇത്ര അതിമനോഹരം, ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. അതെ, ഗംഭീരമായിട്ടുണ്ട്. ക്ഷേത്രക്കുട്ടി, ഐ ലവ് യു. I love you too. ഐ ലവ് യു. I love you too. ഐ ലവ് യു. I love you three. 3 കിട്ടിയില്ലെങ്കിൽ ഒരു സുഖമില്ല. അസാധ്യമായിട്ട് പാടി കേട്ടോ. Thank you. എക്സലന്റ് ഫീൽ. നല്ല അടിപൊളിയായിട്ട്, അതായത് കോമ്പറ്റീഷന് പാടുന്ന പോലെ തന്നെ മോള് പ്രസന്റ് ചെയ്തു ഇവിടെ. സാധാരണ ഒരു ലിറ്റിൽ ഏഞ്ചൽ വന്നിട്ട് അങ്ങ് അത്ര പെർഫെക്ഷനോടുകൂടി പാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. നമ്മൾ അങ്ങനെ കൺസിഡർ ചെയ്യാറുള്ളൂ, കാരണം കുട്ടികളല്ലേ, അത്രയല്ലേ ഉള്ളൂ. പക്ഷെ മോള് അതുക്ക് മേലെ നന്നായിട്ട് പാടി കേട്ടോ. നൈസ്, വെരി ഗുഡ്. ഡാൻസ് കളിച്ച് കളിച്ച് എന്റെ തൊണ്ട പോയി. ഡാൻസ് കളിച്ച് കളിച്ച് തൊണ്ട പോയി. അത് പറയാനായിരുന്നു മോളെ, ഡാൻസ് ഒന്ന് സൂപ്പർ ആയിരുന്നു. ഡാൻസ് കളിച്ച് കളിച്ച് തൊണ്ട പോയാണ്. അത് പറഞ്ഞില്ല. ഡാൻസ് കളിച്ചിട്ട് പാടുമ്പോ എന്റെ തൊണ്ട പോയി. അങ്ങനെ. എന്തായാലും ഡാൻസ് നന്നായിരുന്നു, തൊണ്ടേ നന്നായിരുന്നു. പോരെ, അതിന് തൊണ്ട ഇങ്ങനെ നന്നാവാ. തൊണ്ട നന്നായാലല്ലേ പാടാൻ പറ്റൂ.
എന്താ സ്കേത്രക്കുട്ടി? ഇപ്പൊ ഞാനത് അങ്ങോട്ടാ പറയേണ്ടത്. ഒന്നും പറയണ്ട. ഐ ലവ് യു. ഐ ലവ് യു. തേൻ ഇരിക്കുന്നു. തേൻ 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 തേൻ. ക്ഷേത്രക്കുട്ടി, എന്താ? ഈ ഡാൻസ് ആരാ പഠിപ്പിച്ചേ? ഒറ്റയ്ക്ക് പഠിച്ചതാ. ഒറ്റയ്ക്ക് പഠിച്ചാണോ? ഓ, ഭയങ്കരം തന്നെ കേട്ടോ. ഒറ്റയ്ക്കൊക്കെ ഇങ്ങനെ ഡാൻസ് ഒക്കെ പഠിച്ചുകൂടെ ഇങ്ങനെ കളിക്കാന്ന് പറഞ്ഞാൽ പറന്ന കളിക്കുന്നേ. പറക്കാൻ തോന്നുന്നു ഞാൻ പക്ഷിയോ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. എന്തിനാ ഇനി ഓൾ ദ ബെസ്റ്റ് പറയുന്നത്? ഇനിയുള്ള പാട്ടുകൾ നന്നായിട്ട് പാടാൻ. ഒന്നും പറ്റൂലല്ലോ. ക്ഷേത്രക്കുട്ട, അയ്യോ ചക്കരക്കുട്ടി ചക്കരക്കുട്ടി, ഉമ്മ ഉമ്മ ഉമ്മ, എന്ത് രസമായിരുന്നു കാണാനും. ആ മുടി കിട്ടിയതും ഉടുപ്പും പാവാടയും, ഓ നമ്മുടെ അങ്ങനെയാണോ മധു കുറച്ചൊക്കെ പറഞ്ഞത്? ഈ കൊച്ചെന്താ ഇങ്ങനെ നിന്ന് പാടുന്നെന്ന് പറയോ? ടേക്ക് ആയപ്പോഴത്തേക്ക് പറയുന്ന അല്ല, ക്ഷേത്രക്കുട്ടി നേരത്തെ വന്നപ്പോഴേ പറഞ്ഞില്ലേ മൃദുലാൻഡിക്ക് ഇഷ്ടമുള്ള കളർ ആയതുകൊണ്ടാണ് ഈ ഡ്രസ് ഇട്ടെന്ന് പറഞ്ഞില്ലേ? അപ്പൊ അതെന്തുകൊണ്ടാ ആന്റി അങ്ങനെ കുറ്റൊന്നും പറയാറില്ല അല്ലേ? അതുകൊണ്ടാണ് ക്ഷേത്രക്കുട്ടിക്ക് ഇഷ്ടമാണ് ആന്റീനെ. അപ്പൊ അങ്ങനെ കുറ്റൊന്നും പറയാത്ത ആളെ പറ്റി ഇങ്ങനെ പറയാൻ പാടോ? പാടില്ലല്ലോ. മധുഅങ്കിളിന് ഇഷ്ടപ്പെട്ട ഡ്രസ് ഇടാം. ആർക്കും ഒരു വിഷമം വേണ്ട. ബ്ലൂ ആയിക്കോട്ടെ. ഓക്കെ, അത് കഴിഞ്ഞ എനിക്ക് വളരെ MG സാറും മച്ചേട്ടനും ഒക്കെ പറഞ്ഞ മാതിരി വലിയ പ്രൊഫഷണൽ സിംഗേഴ്സ് പാടുന്ന ഒരു അത്രയും ക്വാളിറ്റിയിലാണ് മോള് പാടി. ഈ പ്രായത്തില് ഉഗ്രനായി പാടിയിടാ, കണ്ണ് പറ്റാതിരിക്കട്ടെ. അപ്പൊ ക്ഷേത്രക്കുട്ടി എന്താ നന്നായിട്ട് പാടി. സോ ആദ്യ ഒരു ലിറ്റിൽ ഏഞ്ചൽ ഗോൾഡൻ സ്റ്റാർ ക്ഷേത്ര പൂക്കുറ്റി. ഒന്നുമില്ല. സർഗ സംഗീത വേദിയിലേക്ക് എത്തുന്നു സനിക. വെൽക്കം സനിക ഓൺ സ്റ്റേജ്. സനിക, എന്തോ സർ? നല്ല ഡ്രസ് കേട്ടോ. താങ്ക് യു. വെരി അട്രാക്റ്റീവ്. ആൻഡ് ഇത് മീനൂട്ടിക്ക് അതുപോലെ തന്നെ മൃദുലയ്ക്ക് എല്ലാം ഇഷ്ടപ്പെട്ട ഒരു കളറാണ്. സൂപ്പർ ആയിട്ട് കാണാൻ. ഞാൻ പറഞ്ഞില്ല നല്ല കളർ. പിന്നെ ഏത് പാട്ടാ പാടുന്നേ? ONV സാറിന്റെ റൗണ്ടില് പാട്ടിൽ ഈ പാട്ടിൽ നല്ല സോങ്. നല്ല പാട്ട്, ബ്യൂട്ടിഫുൾ സോങ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് ഇത്. ശ്രേയാ ഘോഷൽ പാടിയതാണ്. അതുപോലെ തന്നെ ONV സാറിന്റെ അതിമനോഹരമായ വരികൾ. പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ കുട്ടൻ്റെ മ്യൂസിക്. പ്രണയം എന്ന സിനിമയാണ്. അതിൽ മോഹൻലാലിൻ്റെ അഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വാക്കുകളില്ല. കാരണം അത്രത്തോളം ജീവിക്കുകയാണ് അദ്ദേഹം ആ സിനിമയിൽ. നല്ല സെലക്ഷൻ. താങ്ക് യു സർ. ഇനിയും നീ ഉണരില്ലേ?
ഒഴുകും പാട്ടിൽ ഈ പാട്ടിൽ ഇനിയും നീ ഉണരില്ലേ ആയിരം പൊന്മയൂരം കടലിൽ നൃത്തമാടും ആയിരം ജ്വാലയായി കതിരോൻ കോടയാടും പകലുളിരവിനെ വേൽക്കുമേ മുകിലുകൾ പറവകൾ വാഴ്ത്തിടും പ്രണയമൊരസുലഭ മധുരമാം നിർവൃതി ഒഴുകും പാട്ടിൽ ഈ പാട്ടിൽ ഇനിയും നീ ഉണരില്ലേ ഒരു രാപ്പാടി പാടും ഈണം കേട്ടതില്ലേ പനിനീർ പൂക്കൾ ചൂടി രാവൊരുങ്ങിയില്ലേ ആഹാ വെരി ഗുഡ് വെരി ഗുഡ്. സനിക സാർ നന്നായിരുന്നു കേട്ടോ. കാരണം you. ഒരുപാട് പോർഷൻസ് ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. നല്ല രസമായിരുന്നു. ഇന്ന് നേസില് കുറച്ച് സ്ഥലങ്ങളിലേ ഉള്ളൂ, കുറവുണ്ട്. ഈ മധുരമാം നിർവൃതി അത് ധൂ തന്നെ പറയണം. മധുരമാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയി. ആ നിർവൃതിക്ക് ഒരു ക്ലാരിറ്റിയും കൂടെ കൊടുക്കണം. നിർവൃതിയല്ലേ, അതൊന്ന് പാടിക്കേ. പ്രണയമൊരസുലഭ മധുരമാം മധുരമാം പ്രണയമൊരസുലഭ മധുരമാം നിർവൃതി ആ നിർവൃതി. നിർവൃതി അവിടെ ഒരു കട്ട് വരുന്നുണ്ട്. ഒരു സാധനം കേൾക്കുന്നില്ല. കട്ട് വരുന്ന ഒരു കട്ട്. നിർവൃതി ഓ നിറല്ല നിർ നിർ നെറൂറ്. നിർവൃതി ആ അവിടെ ഒരു എനിക്ക് കട്ട് തോന്നുന്നു വരുന്നുണ്ടല്ലോ ഒരു കട്ടായി. പറഞ്ഞ് വെറുതെ പറഞ്ഞു നോക്കി. നിർവൃതി ആ നിർവൃതി. നിർവൃതി. അപ്പോൾ അത് പാടുമ്പോഴത്തേക്ക് അത് മാറിപ്പോകും. ഇത് ആരാ പാടിയത്? ശ്രേയാ ഘോഷാൽ. അവരേത് ഭാഷയാണ് കൈകാര്യം ബംഗാളി. ചെയ്യുന്നത്? ബംഗാളി. ബംഗാളി. അവർ മലയാളത്തിൽ എത്ര വൃത്തിയായിട്ടാണ് പാടിയിരിക്കുന്നത്. അതുകൊണ്ടാണ് പലരും ഈ ശ്രേയാ ഘോഷലിനെ ഇവിടെ മലയാളത്തിലോട്ട് പാടാൻ ക്ഷണിക്കുന്നത്. പലരും ചോദിക്കാറുണ്ട്, പല പ്രശസ്തരായിട്ടുള്ള ലെജൻസ് ആയിട്ടുള്ള ഗായകർ ഒരു വേദിയിൽ ചോദിക്കുന്നത് ഞാൻ കേട്ടു, എന്തിനാണ് ഇവരെയൊക്കെ വിളിക്കുന്നത്? കുട്ടൻ്റെ അടുത്ത് തന്നെ ചോദിച്ചു. കുട്ടനൊന്നും മിണ്ടിയില്ല. ശ്രേയാ ഘോഷൽ പാടി കഴിഞ്ഞാൽ ഈ പാട്ട് ശ്രേയാ ഘോഷലല്ല പാടിയെന്ന് എഴുതി വെച്ചാൽ സനിക എന്ന് തന്നെ എഴുതി വയ്ക്കുകയാണ്. വിശ്വസിക്കും, ഒരു മലയാളിയാണെന്ന് വിശ്വസിക്കും. അപ്പോൾ അവരത്രയും പെർഫെക്ഷൻ ആ ലിറിക്സിന് കൊടുക്കുന്നു. എന്നാൽ മലയാളികൾ അതിനെ തെറ്റിച്ച് പാടുകയും ചെയ്തു. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ അത് നമ്മൾ നോക്കണത്. അതുപോലെ തന്നെ ഈ വീണെരിഞ്ഞു എന്നൊക്കെ ഉള്ളടത്തെ കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്യണേ, കുറച്ചുകൂടെ എങ്കിലും ആ ഫീല് വരത്തുള്ളൂ. ബട്ട് ടോട്ടലായിട്ട് ഇതൊക്കെ ഞങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സനികയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അല്ലാതെ ഇപ്പം നമ്മളിത് ഉണ്ടാക്കി പറയുന്നതല്ലല്ലോ. ഇത് കുറേ സ്ഥലങ്ങൾ അസലായിട്ട് പാടിയിട്ടുണ്ട്. താങ്ക് യു സർ. ബ്യൂട്ടിഫുള്ളായിട്ട് പാടിയിട്ടുണ്ട് കുറേ ഭാഗങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് പിന്നെ എടുത്തു പറയേണ്ടതും നല്ലൊരു കൈയടി കൊടുക്കേണ്ടതും. ടോപ്പ് ബാൻഡ്. അതിൽ എടുത്തു പറയേണ്ട ആ സാക്സ് വാങ്ങിച്ച ദണ്ട കള്ളക്കണ്ണനുണ്ട് ഫൈസൽ. അതിമനോഹരം കേട്ടോ. വണ്ടർഫുൾ. ഓൾ ദി ബെസ്റ്റ്. സനിക എന്തോ സർ? സുഖല്ലേ? സുഖം സർ. അപ്പൊ ഈ പാട്ട് വളരെ മനോഹരമായിട്ടാണ് പാടിയത് സനിക. താങ്ക് യു. നന്നായിട്ട് പാടി കേട്ടോ. ഓക്കെ സർ. ഉഗ്രനായിട്ട് പാടി. അതിൽ ഇപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രീകുട്ടനങ്ങൾ പറഞ്ഞു തന്നു. പിന്നെ ഈ നേസൽ ടോൺ ഇതിൽ ശരിക്കും വളരെ കുറഞ്ഞിട്ടുണ്ട് ശരിക്കും. പക്ഷെ ഈ പാട്ടിന് കുറച്ച് നന്നായും തോന്നുന്നു ചില സ്ഥലങ്ങളിലൊക്കെ നേസിൽ വന്നത്. എന്തായാലും അത് മാറ്റിയെടുക്കണം കേട്ടോ. ഇതിൽ ഹമ്മിങ് ഇല്ലേ, ഫസ്റ്റ് പല്ലവി കഴിഞ്ഞിട്ട് വരാൻ അനുപല്ലവിക്ക് മുമ്പ് വരുന്ന ഹമ്മിങ്, അതിൽ സെക്കൻഡ് വൺ അത് കുറച്ചൊന്ന് പാടി. ഒന്ന് പാടി. യെസ്, ബെറ്റർ. അതുപോലെ തന്നെ നമ്മുടെ കൂടെയാടും ചരണത്തിലെ കതിരോൻ കൂടെയാടും, അതൊന്ന് കുറച്ച് പെർഫെക്ഷൻ വേണമെന്ന് തോന്നി എനിക്ക്. രണ്ടാമത്തെ പ്രശ്നമായി
രണ്ടാമത്തെ അല്ലേ? അതെ. മനസ്സിലായോ അത്? മനസ്സിലായി. ഓക്കെ, അത് വളരെ നല്ല കാര്യം. പ്രശ്നങ്ങൾ പറ്റിക്കഴിഞ്ഞാൽ അത് സ്വയം മനസ്സിലാക്കുന്നത് വളരെ നല്ല കാര്യമാണ്. അപ്പോൾ അത് പിന്നെ പ്രണയം ഒരു അസുലഭ മധുരമാം, അതിൻ്റെ പ്രൊനൗൺസിയേഷൻ്റെ കാര്യം ഇപ്പോൾ അങ്കിള് പറഞ്ഞു. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ അതൊന്ന് മാറ്റിയെടുത്താൽ വലിയ വലിയ സ്ഥാനങ്ങൾ കൈയടക്കാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. സനിക കുട്ടാ, എന്താ ചേച്ചി? നല്ലൊരു പാട്ടാണ് എടുത്തിട്ട് വന്നിരിക്കുന്നത്. എം ജയചന്ദ്രൻ സാറിന് എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പാട്ടാണ്. സ്റ്റേജിൽ ഞാനും പാടിയിട്ടുണ്ട് ഈ പാട്ട് കുറേ. എം ജി സാർ പറഞ്ഞ വളരെ ശരിയാണ്. ശ്രേയാജി ഞാൻ കേട്ടിട്ടുണ്ട്, മലയാളം പാട്ട് പാടാൻ വരുന്ന സമയത്ത് ഒരുപാട് മണിക്കൂറുകളോളം ഡിക്ഷന് വേണ്ടി കുറേ സമയം അവർ ചിലവഴിക്കാറുണ്ട്. കാരണം ഡിക്ഷൻ ഇപ്പോൾ ഏത് ഭാഷയാണെങ്കിലും അത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ വളരെ വ്യക്തമായിട്ട് ഉച്ചരിക്കണമല്ലോ. അപ്പോൾ അതിന് ഒരുപാട് വർക്ക് ചെയ്തിട്ടാണ്, അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് അവർ റെക്കോർഡിങ്ങിന് വന്നിട്ട് ചെയ്യുന്നതെന്ന് കേട്ടിട്ടുണ്ട്. അതുകൂടാതെ ശ്രേയ താമസിച്ചിരുന്ന ആ സ്ഥലത്ത് അയൽവക്കക്കാർ കുറേ പേര് മലയാളികളായിരുന്നു. അപ്പം അങ്ങനെ അവരുടെ ആ കേട്ട് നല്ല പരിചയമുണ്ടെന്നാണ്. ഓ അത് ശരി. അപ്പൊ അതിന്റെ ഒരു ഗുണം പിന്നെ റോൾ മോഡലായിട്ട് കണ്ടിരുന്ന ചിത്ര ചേച്ചി ആദ്യം. ഓ അത് ശരി. ഓ അപ്പൊ ആ ഒരു പെർഫെക്ഷൻ ശ്രീയാജിയുടെ ഏത് പാട്ടിലും നമുക്ക് മലയാളി അല്ലാന്ന് തോന്നില്ല പാടിയാൽ. അപ്പം അത് എപ്പോഴും ഏത് പാട്ടിനും കീപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. ഈ പറഞ്ഞ മാതിരി ഇപ്പം നമ്മൾ മലയാളികൾ പാടുമ്പോൾ നമ്മുടെ മലയാളം കറക്റ്റായിട്ട് തന്നെ ഉച്ചരിക്കാൻ ശ്രമിക്കണം കേട്ടോ. ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ പ്രശ്നം തോന്നിയിട്ടുള്ളൂ, ആ മധുരം പറഞ്ഞത് മാത്രമേ പ്രശ്നം തോന്നിയിട്ടുള്ളൂ. വേറെയൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. പിന്നെ നല്ലൊരു അറ്റംപ്റ്റ് തന്നെയായിരുന്നു. പല പോർഷൻസും സൂപ്പറായിട്ട് പാടി. ആ ഡൈനാമിക്സ് ഒക്കെ ശ്രേയാജി കൊടുത്തത് അതുപോലെ തന്നെ മോള് വന്നിട്ടുണ്ട് പല സ്ഥലത്തും. ആഹാ സൂപ്പറായിട്ട് ആ ഒരു റെക്കോർഡിങ് സ്റ്റുഡിയോ പെർഫെക്ഷനിൽ തന്നെ പാടിയിട്ടുണ്ട് മോള് പല സ്ഥലത്തും. ഭയങ്കര സന്തോഷം കേട്ടപ്പോൾ പല പോർഷൻസ്. പിന്നെ ഈ പറഞ്ഞ മാതിരി ആലാപ് സ്ലിപ്പായി രണ്ടാമത്തെ ഫ്രേസ്. പിന്നെ കൂടെയാടും, അതെന്തോ ഒരു എന്താ പറ്റിയെന്ന് അറിയില്ല, പക്ഷെ വരും സനിക, അതൊന്ന് പാടി കേൾപ്പിച്ചു കൊടുക്കും എല്ലാവർക്കും. വരുന്നുണ്ട്, കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടാൻ പറ്റും. ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പം നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട്, എനിക്കിഷ്ടമായി. പിന്നെ ഇതേ മൂഡിലുള്ളൊരു പാട്ട് എന്നെ ഓർമ്മിപ്പിച്ചത് മധുച്ചേട്ടനാണ്. ജനുവരി നീ ജനുവരിയിൽ, അതൊരു 2 വരി. ജനുവരിയിൽ വിരിയുമോ പ്രണയമായി പൊഴിയുമോ, ഹിമമഴയിൽ നനയുമോ, മെഴുകുപോലുരുകുമോ, ശലഭമായി ഉയരുമോ, ശിശിരമായി പടരുമോ. നീ ജനുവരിയിൽ വിരിയുമോ പ്രണയമായി പൊഴിയുമോ, ഹിമമഴയിൽ നനയുമോ, മെഴുകുപോലുരുകുമോ. We are giving you 98 out of 100. Thank you, sir. ആടിയൊരു ശ്രേയാജി പൂക്കുട്ടി. All the best. Thank you. Bye-bye. കല്ലായി കടവത്തെ കാറ്റൊന്നും മിണ്ടില്ലേ, മണിമാരൻ വരുമെന്ന് ചൊല്ലിയില്ലേ. വരുമെന്ന് പറഞ്ഞിട്ടും വരവൊന്നും കണ്ടില്ല, കൽവിലെ മൈനയെന്നും ഉറങ്ങിയില്ല. മധുമാസരാവിൻ വെൺചന്ദ്രനായി ഞാൻ അരികത്തു നിന്നിട്ടും കണ്ടില്ലേ, നീ കണ്ടില്ലേ. കല്ലായി കടവത്തെ കാറ്റൊന്നും മിണ്ടില്ലേ, മണിമാരൻ വരുമെന്ന് ചൊല്ലിയല്ലേ.
മാലയും വാസന തൈലവും അവൾക്കു നൽകാനായി കരുതി ഞാൻ. പട്ടുറുമാല വേണ്ട, അത്തരം മണം വേണ്ട, നെഞ്ചിലെ ചൂട് മാത്രം മതിവൾക്ക്. കടവത്തു തോണിയിറങ്ങാം, കരിവള കൈ പിടിക്കാം, അതു കണ്ടു ലാവ് പോലും കൊതിച്ചോട്ടെ. കല്ലായി കടവത്തെ കാറ്റൊന്നും മിണ്ടില്ലേ, മണിമാരൻ വരുമെന്ന് ചൊല്ലില്ലേ. സങ്കൽപ്പജാലകം പാതി തുറന്നിനി, പാതിരാമയക്കം മറന്നിരിക്കാം. തല ചായ്ക്കുവാനായി നിനക്കെന്നുമെൻ്റെ കരളിൻ്റെ മണിയറ തുറന്നു തരാ. ഇനി എന്തു വേണം, എനിക്കെന്തു വേണമെൻ ജീവന്റെ ജീവൻ കൂടെയില്ലേ. കല്ലായി കടവത്തെ കാറ്റൊന്നും മിണ്ടില്ലേ, മണിമാരൻ വരുമെന്ന് ചൊല്ലിയില്ലേ. വരുമെന്നു പറഞ്ഞിട്ടും വരവൊന്നും കണ്ടില്ല, കൽബിലെ മൈനയെന്നും ഉറങ്ങിയില്ല. മധുമാസരാവിൻ വെൺചന്ദ്രനായി ഞാൻ അരികത്തു നിന്നിട്ടും കണ്ടില്ലേ, നീ കണ്ടില്ലേ. ഇന്നത്തെ നമ്മുടെ ടോപ്പ് സിംഗറിലെ അതിമനോഹരമായ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പക്ഷെ നമ്മൾ അടുത്ത ദിവസം വീണ്ടും ഒരു കില്ലൻ എപ്പിസോഡുമായിട്ട് കാണും വരെ എല്ലാ പ്രേക്ഷകർക്കും ടാറ്റ, ബൈ, സീ യു.